ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോഴി ചുട്ടതിൻ്റെ റെസിപ്പിയാണ്. പൊറോട്ട ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അറബിക് റൈസസിൻ്റെ കൂടെ ആണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണല്ലേ ചുട്ട കോഴി. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഓവനും ഗ്രില്ലൊന്നും ഇല്ലാത്തവർക്കും പാനിൽ വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുത്ത് ചുട്ട കോഴി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചുട്ട കോഴി തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 പീസ് ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 വലിയ പീസ് ചിക്കനാണ് കേട്ടോ. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഇതൊന്ന് ഊറ്റി വെക്കണം. ഇതിൽ വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞാൽ അത് മസാലയൊക്കെ ആ വെള്ളത്തോടെ അങ്ങോട്ട് പോകും. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ നേരം ഇത് കഴുകി ഊറ്റി വെച്ചതിന് ശേഷമാണ് ഇതിപ്പോൾ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല അരച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ ഇതൊക്കെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലൊന്ന് ടൈറ്റാക്കി പിടിക്കുമ്പോൾ എത്ര മല്ലിയില പിടിക്കാൻ പറ്റും അതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ആയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് പുരട്ടിയതിന് ശേഷമാണ് നമ്മൾ അരച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കനിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ മതി കേട്ടോ. കാരണം നമ്മൾ ഇതിലേക്ക് കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല എരിവുണ്ടാകും. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ അറബിക് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അറബിക് മസാല പൗഡർ തയ്യാറാക്കുന്ന വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ കുറച്ച് ദിവസം മുൻപ് ഒരു സ്പെഷ്യൽ മയോണൈസ് ചെയ്തില്ലേ, ആ മയോണൈസാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ മയോണൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അരച്ച മസാല ചേർത്തിട്ടില്ല കേട്ടോ. അരച്ച മസാല ഇനിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ഈ പൊടികളൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടണമെങ്കിൽ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മൾ അരച്ചെടുത്ത മസാല ചേർക്കുകയാണെങ്കിൽ അത് വഴുവഴുപ്പായിട്ട് അതിൽ മസാലപ്പൊടികളൊന്നും നന്നായിട്ട് പിടിക്കില്ല. ഇപ്പോൾ ചിക്കനിൽ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൂട്ട് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ചിക്കനെ കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ 2 മണിക്കൂർ നേരം വെച്ചാൽ മതി.
ഇപ്പോൾ നമ്മുടെ ചിക്കനെ മസാല പുരട്ടി വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചത്. ഇനി നമുക്ക് ചിക്കനെ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കൻ പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള അത്രയും മതി, വളരെ കുറച്ച് മതി. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചിക്കനെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനെ തിരിച്ചും മറിച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് നേരം വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. എങ്കിലേ നമ്മുടെ ചിക്കൻ കുക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. റെഡി ആയിട്ടില്ല കേട്ടോ, ഒരു ഭാഗം ഫുള്ളായിട്ടും കുക്കായി വന്നിട്ടില്ല. നമ്മൾ ഇനിയും ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഇനി ചിക്കൻ്റെ മുകളിൽ കുറച്ച് ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നാലാണ് നമ്മുടെ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ചുട്ട കോഴി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ചിക്കന് ചുട്ടെടുത്ത ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പീസ് ചാർക്കോൾ എടുത്തൊന്ന് കത്തിച്ച് കനലാക്കി എടുക്കാം. ഇത് ചെറിയൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചിക്കൻ വെച്ച ബൗളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ കനലിൽ നിന്ന് നന്നായിട്ട് പുക വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചുട്ട കോഴി റെഡിയായി കിട്ടും. അങ്ങനെ ഓവനും ഗ്രില്ലൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാവുന്ന ചുട്ട കോഴി റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ ഇതേ മെത്തേഡിൽ തന്നെ തന്തൂരി ചിക്കനും അൽഫാം ചിക്കനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഒരുപാട് പേരത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിച്ചിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ ചുട്ടക്കോഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും. അതും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്